ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പോകുന്ന ഇപ്പൊ എന്റെ ആര്യ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ആര്യ മോനെ, അങ്ങനെ രണ്ടപ്പുറത്തോട്ടൊക്കെ കാലിട്ടിട്ട് അതിന് ഒരാളെ മേലേക്ക് കിടക്കാൻ പാടുണ്ട് ആര്യ മോനെ എന്നായിരിക്കും ലാലേട്ടൻ വന്നിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇതിലൂടെ ആര്യം എന്ന് പറയുന്നത് ഇത്രയും ഡീസന്റ് പയ്യൻ വേറെ ഇല്ല അത്രേ. അതാണ് നമുക്ക് രസമായി തോന്നി. ജിസേൽ പറയുന്നതാണ് ആര്യനെ പോലെ ഡീസന്റ് പയ്യൻ വേറെ ഇല്ല, അത്രയും പാവം പയ്യനാണ്. ആര്യനെ വേണ്ടിയിട്ട് എന്തിനും മുതിരുന്ന ജിസേലിന് വേണ്ടിയിട്ട് എന്തിനും മുതിരുന്ന ആര്യന്. വീക്കെൻഡ് എപ്പിസോഡില് അവിടെ ജിസേലിനെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കൊഞ്ചലാണ്. മലയാളം ഒട്ടറിയാത്ത പോലെ അങ്ങ് കൊഞ്ചങ്ങ് എന്റെ കുഞ്ഞു ഒരു രക്ഷയില്ലാത്ത കൊഞ്ചലാണ്. പക്ഷേ ഇന്നിപ്പോ കൺഫ്യൂഷൻ റൂമിൽ സംസാരിക്കുന്ന ജിസേലിനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം ആര്യനും രന ഫാത്തിമയും തമ്മിലുണ്ടായ ആ ഒരു വിഷയം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. തുടർന്ന് ഇങ്ങോട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതിൽ മാത്രം അവസാനിച്ചിട്ടില്ല, അതിലും വലിയൊരു സംഭവം ഇപ്പം നടന്നിരിക്കുകയാണ്. ഷാനവാസ് നെവിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. സംഭവം നിങ്ങൾ ലൈവ് കണ്ടവർക്ക് അറിയാം എന്താണ് ആരോപണമെന്ന്. അപ്പൊ അറിയാത്തവർക്കായിട്ടും പിന്നെ എന്റെ ഒപ്പീനിയനും ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആര്യ രന ഫാത്തിമ വിഷയമാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനായിട്ടുള്ളത്. ആ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ കണ്ടതാണ്. രന ഫാത്തിമ ആര്യന്റെ ബെഡിൽ പോയി കിടക്കുന്നു. അവളെ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് ആര്യൻ അവിടെ മേത്തേക്ക് കിടക്കുന്ന ഒരു ആക്ഷൻ കാണിക്കുന്നു. അതായത് കാല് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ദേഹത്തേക്ക് കിടക്കുന്ന ഒരു ആക്ഷൻ കാണിക്കുന്നു. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ആര്യൻ കാണിച്ച ആ ഒരു ആക്ഷനോട് ഞാൻ ഒട്ടും യോജിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും യോജിക്കുന്നതല്ല. ഇപ്പൊ രന ഫാത്തിമയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിലും ഏതൊരാളാണെങ്കിലും ഇപ്പൊ സ്ത്രീ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയാണ് രന ഫാത്തിമയുടെ സ്ഥാനത്താണെന്നുണ്ടെങ്കിലും ഞാൻ ആരും ആക്ഷനോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഞാനാണ് ആ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ആക്ഷനാണിത്. ഇന്നിപ്പോ ആര്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ വേറൊന്നും കൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ന്യായീകരണമാണ് ആര്യൻ അവിടെ നടത്തിയത്. അവസാനം ക്ഷമയൊക്കെ ചോദിച്ചു, സോറിയൊക്കെ ചോദിച്ചു, പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സോൾവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവിടെ നോമിനേഷൻ വന്ന സമയത്ത് അത് ബിന്നി വീണ്ടും എടുത്തിട്ട് വിഷയമാക്കി. ബിന്നി പറഞ്ഞത്, ബിന്നി അത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അത് എനിക്കൊട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. രന ഫാത്തിമയ്ക്കും അത് കംഫർട്ട് ആയിരുന്നില്ല. ഇത് ഞാനിവിടെ തുറന്നു പറയാണ്, ആര്യൻ ചെയ്ത കാര്യത്തോട് എനിക്കൊട്ട് യോജിപ്പില്ല. അതുപോലെ തന്നെ ആര്യൻ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട് സ്ത്രീകളോട് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അവിടെ ആര്യൻ കയറിയിട്ട് പിന്നെ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ കയറി സംസാരിക്കാൻ നോക്കിയ സമയത്ത് ബിന്നി പറഞ്ഞത് എന്റെ സ്പേസ് ആണ്, ഞാൻ സംസാരിക്കട്ടെ. സ്ത്രീകളോട്, എന്നോട്, രന ഫാത്തിമയോട്, അനുമോളോട് ഒക്കെ ഡബിൾ മീനിങ്ങിൽ വൃത്തികേട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആര്യനെ ബിന്നി നോമിനേറ്റ് ചെയ്തു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ ജിസേൽ ചെന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ബിന്നിനെ. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയ കാര്യം കേട്ടോ. എനിക്ക് സത്യമായിട്ടും എനിക്കിത് കോമഡി ആയിട്ട് തോന്നിയുള്ളൂ. നിങ്ങൾ പറയും ഇതൊക്കെ കോമഡിയാണോ സീരിയസ് അല്ലേ എന്ന് ചോദിക്കണ്ടാവും. എനിക്ക് കോമഡി ആയിട്ട് തോന്നിയുള്ളൂ. ആദ്യം രന ഫാത്തിമ എന്നെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജിസേൽ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നിട്ടുണ്ട്, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട്, ഞങ്ങൾ പൊതുപ്പിന്റെ ഉള്ളിൽ സംസാരിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവിടെ രന ഫാത്തിമ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ആര്യൻ കോമഡിക്ക് എന്തൊരു ആക്ഷൻ കാണിച്ചത് ഇത്രയും സീരിയസ് ആയിട്ട് അത് വലിയ സംഭവമായിട്ട് രന ഫാത്തിമ പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഞങ്ങൾ തമ്മിൽ ഡാർക്ക് കോമഡി അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന വ്യക്തിയാണ് ഇപ്പൊ കയറിയിട്ട് ബിന്നിയുടെ കുത്തിത്തിരിപ്പ് മൂലം ഇപ്പോൾ രന ഫാത്തിമ എങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രന ഫാത്തിമ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രനയെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് ജിസേൽ അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അയ്യേ നാണുണ്ട് എന്റെ ജിസേലയും തോന്നിപ്പോയി. നീ ഒരു പെണ്ണല്ലേ ജിസേലെ? ഒരു ആണ് വന്നിട്ട് സ്വന്തം ദേഹത്തേക്ക് അപ്പുറം കാലിട്ടിട്ട് മേലേക്ക് കിടക്കാനായിട്ട് വന്ന ആ ആക്ഷൻ ഒരാൾക്ക് കംഫർട്ട് ആയില്ല എന്ന് പറഞ്ഞതാണോ ഇത്ര വലിയ തെറ്റ്? അവിടെ അനുമോള് ജിസേലിന്റെ ചുണ്ടിൽ തൊട്ടപ്പോ എന്റെ കൺസേൺ ഇല്ലാതെ എന്റെ ചുണ്ടിൽ തൊട്ടു, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വാദിക്കുകയും വലിയ സംഭവമാക്കുകയും വിഷയമാക്കുകയും ചെയ്തൊരു വ്യക്തിയല്ലേ ജിസേലെ നിങ്ങള്? ആ വ്യക്തി പറയാണ് ആര്യൻ അവിടെ ചെയ്തത് തെറ്റല്ലത്. ഇവിടെ ഒരു പെണ്ണ് കയറി തൊട്ടു എന്ന് പറഞ്ഞിട്ടാണ് ജിസേൽ ഇത്രയും വിഷയാക്കിയത്. അപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ മേല് ആണ് കെടുക്കാൻ വരുന്ന ഒരു ആക്ഷൻ, അതും വൃത്തികെട്ട ഒരു ആക്ഷൻ, അതങ്ങനെ കാണിച്ച് കെടുക്കാൻ വന്നപ്പോ അവിടുന്ന് രന ഫാത്തിമ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. രനയ്ക്ക് അത് ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് രന അത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് അങ്ങനെ ഉള്ളത് അവിടെ പറഞ്ഞു എല്ലാവരുടെ അടുത്തും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് നെഗറ്റീവ് ആയാലോ, തന്നെ പ്രിയപ്പെട്ടവരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് അത് ഫീൽ ചെയ്താലോ എന്നുള്ളതുകൊണ്ട് രന പേടിച്ചു. രന അവിടെ കരഞ്ഞു. അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രന അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എല്ലാവരും അത് രന ഫാത്തിമയുടെ ഫോൾസ് എന്താ പറയുക തെറ്റായിട്ടാണ് അവിടെ കാണുന്നത്. എല്ലാവരും ആര്യന് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. കൂടുതൽ പേരും അവിടെ വളരെ ചുരുക്കം പേര് മാത്രമാണ് രനയുടെ കൂടെ നിന്നത്. അവിടെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആ പെൺകുട്ടിക്ക് കംഫർട്ട് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീലുമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, ലക്ഷ്മി ആയിട്ടുള്ളത്. അപ്പൊ ഒനീലിനെതിരെ അവിടെ വന്നിട്ടുള്ള ആ ആരോപണം തെറ്റായിട്ടുള്ള ആരോപണം ആയതുകൊണ്ട് ഒനീലിനെ അവിടെ
കിട്ടി. ഉനിലിനെതിരെ ആരും തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ ആര്യനെതിരെ ഒരു തെറ്റായിട്ടുള്ള ആരോപണം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും ചിന്തിച്ചിട്ടുള്ളത്. ഇതൊരു മോശമായ ആരോപണമാണ്, ചെയ്യാൻ പാടില്ലാത്ത ഒരു ആരോപണമായിരുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും അതിനെ പറയുന്നത്. പക്ഷേ അവിടെ ആര്യം ചെയ്ത ആക്ഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന്. അതാണിപ്പോ ഇനിയിപ്പോ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പോകുന്ന പൊന്റെ ആര്യ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ആര്യ മോനെ, അങ്ങനെ രണ്ടപ്പുറത്തിപ്പുറത്തോട്ടൊക്കെ കാലിട്ടിട്ട് അതിനൊരാളെ മേലേക്ക് കിടക്കാൻ പാടുണ്ട് ആര്യ മോനെ എന്നായിരിക്കും ലാലേട്ടൻ വന്നിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതലൊന്നും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റെന ഫാത്തിമനെ ഇതൊക്കെ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്ത് പോരാതെ പിന്നെ നോമിനേറ്റ് ചെയ്തത് ബിന്നിയാണ്. കുത്തിത്തിരിപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിസേൽ അവിടെ ബിന്നിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ആര്യൻ എന്ന് പറയുന്നത് ഇത്രയും ഡീസന്റ് പയ്യൻ വേറെ ഇല്ല അത്ര. അതാണ് നമുക്ക് രസമായി തോന്നി. ജിസേൽ പറയുന്നതാണ് ആര്യനെ പോലെ ഡീസന്റ് പയ്യൻ വേറെ ഇല്ല, അത്രയും പാവം പയ്യനാണ്, അത്രയും നല്ല കുട്ടിയാണ്, അത്രയും നല്ല കുട്ടീനെ അവരിങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ, അവരിങ്ങനെ മോശപ്പെട്ട കാര്യം ആര്യനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? ആര്യനെ വേണ്ടിയിട്ട് എന്തിനും മുതിരുന്ന ജിസേലിന് വേണ്ടിയിട്ട് എന്തിനും മുതിരുന്ന ആര്യനും. അതാണ് ഇപ്പൊ അവിടെ കാണാൻ സാധിച്ചത്. അല്ല, ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ ജിസേലിനെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കൊഞ്ചലാണ്. മലയാളം ഒട്ടും അറിയാത്ത പോലെ അങ്ങ് കൊഞ്ചി അങ്ങോട്ട് എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത കൊഞ്ചലാണ്. പക്ഷേ ഇന്നിപ്പോ കൺഫ്യൂഷൻ റൂമിലിരുന്ന് സംസാരിക്കുന്ന ജിസേലിനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രശ്നവുമില്ല, ഒരു കൊഞ്ചലും ഇല്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം നിങ്ങൾ. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കുന്നതും ഇവിടെ ഇപ്പൊ കാണിക്കുന്നതും രണ്ടാണ്. അപ്പൊ അഭിനയം ഇവിടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ വീട്ടിൽ ഏറ്റവും ഫേക്ക് വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ജിസേലാണെന്ന്. ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിസേലാണെന്ന് എന്റെ ഇതിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ പറയുന്നു ആ വീട്ടിലെ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള വ്യക്തി ജിസേലാണ്. ജിസേൽ അവിടെ കാണിക്കുന്നത് മുഴുവൻ ഫേക്കാണ്, ഒട്ടും ഒറിജിനൽ അല്ലാത്ത ഒരു വ്യക്തിയാണ് ജിസേൽ എന്നാണ് എന്റെ ഒരു രീതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെ ജിസേൽ അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഫെക്ഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അവനെ നന്നായിട്ട് അറിയാം, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവനൊരു മോശം വ്യക്തിയല്ല, ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം അവനൊരു ഗുഡ് പേഴ്സൺ ആണെന്ന്, ഗുഡ് ക്യാരക്ടറുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ അങ്ങനെ ചെയ്തു എന്ന് അവരങ്ങനെ ആരോപിക്കാൻ പാടില്ല, തെറ്റായ ആരോപണമാണത്. എന്റെ കൂടെ ബെഡിൽ വന്ന് കിടന്നിട്ടുള്ള ഒരു കുട്ടി അങ്ങനെ ആരോപിക്കാൻ പാടുണ്ടോ? അത് എടുത്ത് സംസാരിക്കാനായിട്ട് അവിടെ എന്ത് അവകാശമാണ് ബിന്നിക്കുള്ളത്? അതുകൊണ്ട് ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിസേൽ അവിടെ നോമിനേറ്റ് ചെയ്തത്. ഇതിലേക്ക് എന്തോന്ന് പറയാനാണല്ലേ? എന്തെങ്കിലും പറയട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, ബിന്നിക്ക് അത് പറയാനും ചോദിക്കാനുള്ള വോയിസ് ഇല്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് ലക്ഷ്മി ചെയ്ത അതേ കാര്യം തന്നെയാണ് ബിന്നി ചെയ്തതെന്നാണ് ഇപ്പൊ അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്ന് പറയുന്നത് ലക്ഷ്മി ചെയ്തതിനേക്കാളും വലിയ തെറ്റാണ് ചെയ്തത് ബിന്നി എന്നാണ് അവരോട് ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ലക്ഷ്മി അത് സംഭവം കാണാതെ പെട്ടെന്ന് കയറി പ്രതികരിച്ചു. ഇത് കണ്ടിട്ട് ബിന്നി എന്താ സംഭവം എന്ന് കണ്ടിട്ട് ആ സമയത്ത് പ്രതികരിക്കാതെ ഇപ്പോ കയറിയിട്ട് അവിടെ സോൾവ് ആയ പ്രശ്നത്തിനെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അത് ബിന്നിയുടെ ഗെയിം എന്നേ ഞാൻ പറയുള്ളൂ. ബിന്നി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ബിന്നിയുടെ ഗെയിമാണ്. എനിക്ക് തുടക്കത്തിലൊന്നും ബിന്നിയുടെ ഒരു ഗെയിമും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബിന്നി ഇത്തിരി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, കുറച്ചൊക്കെ തുറന്നു പറയാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ബിന്നി. ഇങ്ങനെ ഒരു കുറച്ചൊക്കെ തല്ലുകൂടാനുള്ള പ്രവണത മുമ്പ് ഉണ്ടെങ്കിൽ പോലും കുത്തിത്തിരിപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബിന്നി ഇപ്പൊ അത് തുറന്ന് സംസാരിച്ച് അവിടെ കാര്യങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഇത്തിരി ഭേദമായിട്ട് ബിന്നി തോന്നുന്നുണ്ട്. പക്ഷെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് വരികയില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും മുന്നത്തേക്കാൾ ബെറ്റർ ആണ് ബിന്നി എന്നാണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ തുറന്ന് സംസാരിക്കാനായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് ആരുടെ അടുത്തും സംസാരിച്ച് വഴക്കുണ്ടാക്കാനായിട്ട് ബിന്നിക്ക് പേടിയായിരുന്നു. ഇപ്പൊ ബിന്നി തുറന്ന് സംസാരിച്ച് ആൾക്കാരുടെ അടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. അത് തന്നെ ബിന്നിയുടെ ഒരു പോസിറ്റീവ് ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ബിന്നി ഒരു അമ്മായിമ്മ ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്. ബിന്നിക്ക് ഇങ്ങനെ അമ്മായിമ്മ ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിൽ സീരിയലിൽ പോയി അഭിനയിച്ചൂടെ എന്നൊക്കെയാണ് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ചുള്ളത്തിരുന്ന് പറയുന്നത്, ജിസേലിരുന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരിന് വേണ്ടി സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ആരിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അവിടെ ഇരുന്ന് ജിസേല്. ആരിനെ പോലെ നല്ല കുട്ടിയും ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള പയ്യൻ വേറെ ഇല്ല എന്നാണ് ജിസേൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണേ. എനിക്ക് ആരിന് ഒരിക്കലും ഒരു ഡീസന്റ് പയ്യനായിട്ട് തോന്നിയിട്ടില്ല. ഒരാൾക്ക് പോലും റെസ്പെക്ട് കൊടുക്കാത്ത, ഒരാളോട് പോലും മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാത്ത, ആകെ ജിസേലിന്റെ അടുത്ത് മാത്രം കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്ന, ജിസേലിനെ മാത്രം ഒട്ടി നടക്കുന്ന, അല്ലെങ്കിൽ ജിസേലിന്റെ ബാലാട്ടിപ്പെട്ടി, അല്ലെങ്കിൽ ജിസേലിന്റെ നിഴല്, ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ബിന്നി ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരിനെ നോമിനേറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ നിന്റെ നിഴലാണെന്നൊക്കെ പറയുന്നു, ഷാഡോ ആണെന്ന് പറയുന്നു, അത് അവരൊക്കെ ഒരു തോന്നലാണെന്നൊക്കെ രണ്ടുപേരും കൂടി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ല പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഷാഡോകളല്ലാതെ പിന്നെ എന്തുണ്ടാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. അല്ല ഇവരെ തമ്മിൽ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് വേറെ കാര്യം. അങ്ങനെ 8 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ലക്ഷ്മിക്ക് തന്നെയാണ് 5 വോട്ട്.
പിന്നെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും നെവിനും തമ്മിൽ ഇന്നൊരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു, മല്ലിയില എന്ന് പറയുന്ന ഒരു വിഷയം. മല്ലിയില എടുത്തുകൊണ്ട് പോയി നെവിൻ അതിനെ ചോദ്യം ചെയ്തു. അപ്പൊ കിച്ചണിലുള്ള അനുമോൾ അത് ചോദ്യം ചെയ്തത് കേട്ടിട്ട് ഷാനവാസ് അത് എടുക്കാനായിട്ട് വന്നു. പാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. ആരുടെ കൈ കൊണ്ടാണ് ആ പാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചതെന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അത് ഷാനവാസിന്റെ ആണോ നെവിന്റെ ആണോ എന്നുള്ള ചിന്തയും കൺഫ്യൂഷനൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരുടെ ആണെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് വളരെ മോശപ്പെട്ട ഒരു കാര്യം ഷാനവാസ് ചെയ്തു എന്നുള്ളത് നെവിൻ ആരോപിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ ഷാനവാസ് നെവിനെ കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നെവിൻ തൊടുന്നതും പിടിക്കുന്ന അല്ലെങ്കിൽ നെവിന്റെ കുറച്ച് കാര്യങ്ങൾ അത് ഇത്തിരി നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒട്ടും കംഫർട്ട് അല്ല. അതുകൊണ്ടാണ് ഷാനവാസ് നെവിന്റെ അടുത്ത് നിന്ന് മാറിക്കിടന്നത് എന്നാണ് ഷാനവാസ് അവിടെ പറയുന്നത്. എല്ലാവരും ഷാനവാസിനെ എതിർക്കാണ്. ഈ സമയത്താണോ ഈ വക കാര്യങ്ങൾ പറയേണ്ടത്? ഒരു ഗ്ലാസ് തട്ടി തെറിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണോ ഈ വക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാനവാസിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് അത് തുടക്കം തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഷാനവാസ് പറയുന്ന ചില പോയിന്റുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഷാനവാസിനെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് തുടക്കം തന്നെ ഈ നിവിന്റെ അടുത്താണ് കിടന്നിരുന്നത്. പക്ഷെ ഷാനവാസ് പലപ്പോഴും പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട് നിവിന്റെ ഒപ്പം എടുക്കാൻ താല്പര്യമില്ല, എനിക്ക് അവൻ്റെ ഒപ്പം കിടക്കണ്ട, ഞാൻ മാറി കിടന്നോളാം, അല്ലെങ്കിൽ അവനോട് മാറി കിടക്കാൻ പറയുന്ന ഷാനവാസ് പലതവണ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നെവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്റെ കൂടെ കിടക്കണ്ട, നീ മാറി കിടക്കുക എന്ന് നെവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ അടുത്ത് പെരുമാറുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കാണിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് പലതവണ നെവിന്റെ അടുത്തും ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. പോരാതെ ഒനീലിന്റെ അടുത്തും അഭിഷേകിന്റെ അടുത്തും ഇതുപോലെ തന്നെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, അവന്റെ പെരുമാറ്റ രീതി എനിക്കിഷ്ടമല്ല എന്നൊരു കാര്യം ഇവരുടെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞത് ബെഡ് മാറി കിടക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബെഡ് മാറി കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഷാനവാസ് പറയുന്നത് അപ്പോ നുണയാണ് എന്ന് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഷാനവാസിനെ എനിക്ക് തോന്നുന്നു ഷാനവാസിനെ നെവിൻ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന രീതി കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ നെവിൻ ആ അർത്ഥത്തിലാണോ അവിടെ പെരുമാറിയത് എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല. ചിലപ്പോൾ നെവിൻ അത് കോമഡി ആയിട്ടോ ഇഷ്ടം കൂടുതലോട്ടോ ഒക്കെ ചെയ്തതായിരിക്കാം. പക്ഷേ അതിൽ ഷാനവാസ് കംഫർട്ട് ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഷാനവാസ് തുറന്നു പറഞ്ഞു. അതിപ്പോ വീണ്ടും വീട്ടിൽ കോളിളക്കങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ കുൽസിതം കുൽസിതം മാത്രമാണ് ബിഗ് ബോസ് സീസൺ 7 ഇപ്പൊ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കുൽസിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബിഗ് ബോസ് സീസൺ 7 ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇപ്പൊ ആര്യന് ജിസയിലാണ് തുടക്കം കുറിച്ചത്. പിന്നെ അവിടെ ഞങ്ങളുടെ കുൽസിതം കൊണ്ട് കുൽസിതാണ്. ഇപ്പൊ അത് എത്തി നിൽക്കുന്നത് ഷാനവാസും നെവിനും തമ്മിലുള്ള കുൽസിതത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ ആര്യൻ ക്യാമറ നോക്കിയിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്, കൺഫെഷൻ റൂമിലേക്ക് എന്നെ വിളിപ്പിക്കണം, എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമായിട്ടുണ്ട്, ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ ക്യാമറ നോക്കിയിട്ട് നാടകം കാണിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അത്ര മാന്യനൊന്നും ആവാൻ ശ്രമിക്കേണ്ട ആര്യ, എനിക്കതാണ് പറയാനുള്ളത്. ഒരു നല്ല കുട്ടിയായിട്ടുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, ഒരു അത്ര നല്ല സുഖമുള്ള പരിപാടിയില്ല, ഊള പരിപാടിയാണ് നീ അവിടെ കാണിച്ചത്. ഒന്നല്ലെങ്കിൽ നീ ഭയങ്കര ഊളത്തരാണ് അവിടെ റെന ഫാത്തിമയുടെ അടുത്ത് കാണിച്ചത്. എന്നിട്ട് അത് ബാക്കി ആരും കണ്ടിട്ടില്ല, ആകെ കണ്ടിട്ടുള്ളത് ബിന്നി മാത്രമാണ്. എന്നിട്ട് ഈ ഊളത്തരം കാണിച്ചിട്ട് അവിടെ പറയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോ അവരെല്ലാവരും താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ഒനീലിന്റെ വിഷയമായിട്ടാണ്. ഒനീലിന്റെ വിഷയം വേറെ, ഇവിടെ പറയുന്നത് ഇവന്റെ വിഷയം ആരിന്റെ വിഷയം വേറെ. ഒനീൽ അവിടെ വീഴാൻ പോയപ്പോ പെട്ടെന്ന് കയറി പിടിച്ചതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ബെഡിൽ വന്നൊരു പെങ്കൊച്ച് കയറി കിടന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ കാണിച്ച ആക്ഷനും വീഴാൻ പോയപ്പോൾ ഒരാൾ കയറി പിടിച്ചത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് നല്ല കുട്ടിയെ ചമയാനായിട്ട് അവിടെ വന്നിട്ട് ഈ ആക്ഷനും കാര്യങ്ങളും എനിക്കിത് ലാലേട്ടൻ എടുത്ത് കാണിക്കണം വീഡിയോ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കണം കൺഫ്യൂഷൻ റൂമിൽ എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും തോന്നിയില്ല. ചെയ്ത ആക്ഷൻ വൃത്തികെട്ട ആക്ഷൻ തന്നെയാണ്. ആ വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാലും അങ്ങനെ തന്നെ തോന്നുള്ളൂ. ഇനിയിപ്പോ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അത് തോന്നാം, അത് കുഴപ്പമൊന്നുമില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചല്ലേ ഉള്ളൂ എന്ന് തോന്നാം. അപ്പൊ ബിന്നി ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവാന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാം. ഇതൊന്നും ചെയ്യാതെ നീ ആ കാണിച്ച ആക്ഷനോടാണ് എനിക്ക് ഈ വിയോജിപ്പുള്ളതെന്ന് എനിക്കും അതന്നെയാ തോന്നിയത്. അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട്, ആര് ചോദിക്കുന്നത്, അപ്പൊ കൈ പിടിച്ചാൽ കുഴപ്പമില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കൈ പിടിച്ചാൽ എന്ത് കുഴപ്പം? കൈ പിടിച്ചാൽ ഇപ്പൊ എന്ത് കുഴപ്പം? അവിടെ എഴുന്നേറ്റ് പോകുന്ന ആദ്യം പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് വലിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കാം. ഇത് അവൻ കാണിച്ച ആക്ഷൻ ഒരു വൃത്തികെട്ട ആക്ഷനാണ്. അത് ഒരിക്കലും ഇവിടെ ലാലേട്ടൻ വന്നിട്ട് ഇത് ചോദിക്കാനേ പോകുന്നില്ല, ബിഗ് ബോസ് അത് ചോദിക്കാനേ പോകുന്നില്ല. ചോദിച്ചാൽ തന്നെ ആര്യൻ അത് വളരെ പോസിറ്റീവ് ആവുന്ന രീതിയിൽ ചോദിക്കുള്ളൂ. ആര്യനെ എങ്ങനെ ന്യായീകരിക്കാം, ആര്യനെ എങ്ങനെ എന്താ പറയുക നെഗറ്റീവ് ആവാത്ത രീതിയിൽ ചോദ്യം ചെയ്ത് അത് സോൾവ് ചെയ്യാം എന്ന് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അക്ബറിനെ, ജിസേലിനെ, ആര്യനെ ഇവരെ വിളിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇവരെ 3 പേരും വിളിപ്പിക്കുന്ന രീതി
രീതിയിൽ ആ ചോദ്യങ്ങളും കാര്യങ്ങളും വരുള്ളൂ. അത് അങ്ങനെ തന്നെ അവസാനിപ്പിക്കാനും പോകുന്നുള്ളൂ. ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്തായാലും ആര്യൻ അവിടെ വന്നിട്ട് ഭയങ്കര ഡീസന്റ് കുട്ടിയായിട്ട് കൺഫ്യൂഷൻ റൂമിൽ വിളിക്കണം, എനിക്കിത് ഭയങ്കര വിഷമായി, വീക്കെൻഡ് എപ്പിസോഡിൽ വീഡിയോ ഇട്ട് കാണിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്നു മോനെ ഉളത്തരം മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ക്യാമറ മുന്നിൽ നോക്കിയിട്ട് നീ വലിയ ഡയലോഗ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് അല്ലാതെ തെറ്റല്ലാന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് വൃത്തികേട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇത്രയും ക്യാമറ ഉള്ള സമയത്ത് അവിടെ വന്നിട്ട് അവളുടെ അടുത്ത് തെറ്റായ ഇന്റൻഷനോട് കൂടിയിട്ട് അവളെ സമീപിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കാണിച്ച ആക്ഷൻ ഒരു മോശം ആക്ഷനാണ്. അവിടെ കാണിച്ചത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയൊരു കാര്യമില്ല. അവിടെ ഇരുന്നിട്ട് കുറേ കിടന്ന് ന്യായീകരിക്കുന്നുണ്ട് ജിസേല്, അതുപോലെ തന്നെ അക്ബറും ഒക്കെ ഇരുന്ന് ന്യായീകരിക്കുന്നുണ്ട് ഇരുന്നിട്ട് ആര്യനെ. അതുപോലെ ന്യായീകരിക്കാനായിട്ട് എന്തായാലും പ്രേക്ഷകർക്ക് അത്ര താല്പര്യമില്ല. കുറെ പേര് നിന്നെ ന്യായീകരിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു 90% ആൾക്കാരും ആര്യനെതിരെ നിൽക്കുന്നവർ തന്നെയായിരിക്കും. ആ കാണിച്ച ആക്ഷനോട് ആർക്കും അത്ര യോജിപ്പ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത്ര ഇത് തോന്നില്ല. ആര്യന്റെ ബെഡിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല അതിനപ്പുറം കാണിക്കുന്ന പറയുന്നത് ആര്യന്റെ ബെഡിൽ എപ്പോഴും റെന വന്ന് കിടക്കാറുള്ളതാണ്. പിന്നെന്താണ് റെന വന്ന് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പം. ഇനി അപ്പൊ പറയാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു, ആ സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ആര്യന്റെ പറച്ചില്. അപ്പോ എന്തുകൊണ്ട് ബെഡിൽ വന്ന് കിടന്ന സമയത്ത് ഇത്രയും ഫ്രണ്ട്സ് ആയിരുന്ന ആള് വന്ന് കിടന്നപ്പോ എന്തിനാണ് ആര്യന് ഇത്രയും കലിപ്പ് വന്നത്? ഇനിയിപ്പോ പോട്ടെ, ഇത്രയും കലിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? രന ഓൾറെഡി ഇവരെടുത്ത് അധികം ഇപ്പൊ കമ്പനി അല്ല, ഇവരായിട്ട് അത്ര കോണ്ടാക്ട് ഇല്ല, ഇപ്പൊ അത്ര മുമ്പത്തെ പോലെ അല്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മൊത്തത്തിൽ ഉടായ്പാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്റെ വിഷയം ഒരു വശത്ത്, ഇപ്പൊ ഷാനവാസ് നെവിന്റെ വിഷയം ഒരു വശത്ത്, രണ്ടും കൂടി ആകെ അങ്ങ് ഇതായിട്ട് നിൽക്കാണ്. ഇനിയിപ്പോ അടുത്ത ദിവസം മുതൽ ഇവരെ ടാസ്ക് ആരംഭിക്കുന്ന സമയത്ത് ഇനി എന്തോ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.